ഇന്നത്തെ വീഡിയോ ഒരു സ്ട്രോബെറി പിക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ സ്വന്തം വീട്ടിലെ ബാക്ക് യാർഡിലുള്ള ചെറിയൊരു ഗാർഡനിൽ നിന്ന്. അപ്പോൾ കുറേ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറിക്കുമ്പോൾ ഇപ്രാവശ്യം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ബാക്കി ഇതിനകത്തുള്ള സ്ട്രോബെറീസ് അപ്പം ഇത് പറിച്ചിട്ട് കാണും. ഞാനാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞതാണ് കേട്ടോ. അവനാ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്ട്രോബെറി. കഴുകിയിട്ട് വേണം കഴിക്കാനല്ലേ? അതെ, അവിടെയൊക്കെ ഉണ്ട്. അത് പറിക്കണ്ട, അത് നാളെ പറിക്കാവേ. അത് നാളെ പറിക്കാം മോനെ. ഇത് നമ്മൾ സൂക്ഷിച്ച് പറിക്കണം. അത് നമുക്ക് നാളെ പറിക്കായിരുന്നു. ഫുള്ളായില്ല അല്ലേ? പറിച്ചോ അമ്മൂട്ടി, കഴുകിയിട്ട് കഴിക്കാവേ. പക്ഷേ ഇതൊക്കെ ആയിട്ടാണ്. സോ അവള് പിടിച്ചോളൂ. അപ്പൂസ് പറിച്ച ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു കൈയും കൂടെ വെച്ച് വേണം പറിക്കാൻ. ഇവിടെ ഒരു കൈ ഇങ്ങനെ വെക്കണം, അപ്പം അല്ലെങ്കിൽ മറ്റേതും കൂടെ ഇളകി വരും. കണക്റ്റിങ്ങോ? കണക്റ്റിങ് ഇത് ഫൈൻഡിങ് കണക്റ്റിങ്. അയ്യോ, അത് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, കളഞ്ഞേക്കാം. കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടന്നിട്ടാന്ന് തോന്നുന്നു അത് ഇങ്ങനെ ചീഞ്ഞു പോയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അങ്ങനെ കളയേണ്ടി വന്നു. പക്ഷേ കുറേ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഇത് കണ്ടില്ല, അതിനകത്ത് തന്നെ ഒരെണ്ണം. ഇത് കണ്ടില്ല, ഇതും 2-3 എണ്ണം ചീഞ്ഞിങ്ങനെ നീറിപ്പോകുന്നത് പോലെ. അത് ഇവിടെ ചൂട് കൂടിയിട്ടാണോ എന്ന് അറിയത്തില്ല. ചൂട് കൂടിയിട്ട് ഈ തറയിലെ വെയിലും അതിൻ്റെ ചൂടും എല്ലാം കൂടെ അടിക്കുമ്പോൾ അതിങ്ങനെ നീറിപ്പോകുന്നതാണെന്ന് തോന്നുന്നു. സ്ട്രോബെറീസ് എപ്പോഴും 2 സൈഡിലോട്ടും ഇങ്ങനെ എല്ലാ സൈഡിലോട്ടും ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എല്ലാ പ്രാണികളൊക്കെ കയറി നടക്കാനും ഇതുപോലെ ഇങ്ങനെ നീറിപ്പോകാനും ഒക്കെ കാരണമാകും. മമ്മിയും കൂടെ കൂടി ഞങ്ങളുടെ കൂടെ സ്ട്രോബെറി പറിക്കാനായിട്ട്. മമ്മിയാണ് ഇപ്പോൾ മെയിനായിട്ടും ഇതിനെ നോക്കുന്നത്. വളമൊക്കെ ഇടുന്നതും എന്താ പറയുക, അതിൻ്റെ ചുറ്റുമുള്ള കാടൊക്കെ പറിക്കുന്നതും ഒക്കെ മമ്മിയാണ്. പതുക്കെ. ഓ, അതെല്ലാം മറിഞ്ഞു. സാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം കണ്ട അത്രയും ഒരു ഭാഗത്ത് ഒരു 5-6 ചെടിയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ 2 സൈഡിലും കൂടെ വെച്ചു. ഈ ഗാർഡൻ ബെഡിൻ്റെ അരികിലായിട്ട് 2 സൈഡിലും കൂടെ വെച്ചു. എൻ്റെ ഒരു ഐഡിയ ഈ ഗാർഡൻ ബെഡിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ സ്ട്രോബെറീസ് കിടക്കുമായിരിക്കും എന്നായിരുന്നു. പക്ഷേ ഈ ഗാർഡൻ ബെഡിലെ മണ്ണൊക്കെ കുറച്ച് താന്നു പോയത് കൊണ്ട് ഇതിപ്പോൾ എല്ലാം അതിൻ്റെ അകത്തോട്ടാണ് ഈ സ്ട്രോബെറീസൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ കമ്പിവല കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ സ്ട്രോബെറീസിനെയൊക്കെ ഒന്ന് പൊക്കി ഇതിൻ്റെ മേളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കമ്പിവല ഞങ്ങൾ എടുത്തു വെച്ചത്
ഇപ്രാവശ്യം ഒന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. മണ്ണിൽ ഈ സ്ട്രോബെറീസ് മുട്ടിക്കിടക്കാതിരിക്കാനും പിന്നെ ഒച്ചും അതുപോലുള്ള ചെറിയ പ്രാണികളൊക്കെ കയറി അതിനെ ഇങ്ങനെ ആക്രമിക്കാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് നല്ല സക്സസ് ആയിരുന്നു. ഒത്തിരി ചീഞ്ഞു പോവാതെയും ഒത്തിരി പ്രാണികൾ കുത്തിക്കളയാതെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രോബെറീസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു. ഇത് ഫുള്ള് ഞങ്ങൾ വലയിട്ടേക്കുന്നത് ഇവിടെ ഒരു കുയിൽ പോലെയുള്ള ഒരു കിളി വന്ന് ഇതെല്ലാം കുത്തി തിന്നുമായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും കുറച്ച് കളർ വന്നത് നാളെ പറിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയേക്കും. രാവിലെ ആകുമ്പോൾ ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭാഗമൊക്കെ കാണും. ഞങ്ങൾ ആദ്യം ഓർത്തത് ഒച്ചാണോന്ന്, പക്ഷേ അത് ഒച്ചാണെങ്കിൽ ഒരു ഇച്ചിരി കുറച്ചൊക്കെ കഴിക്കുള്ളൂ. പക്ഷേ ഇത് ഫുള്ളായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ദിവസം കണ്ടുപിടിച്ചതാണ്. സന്ധ്യയാകുമ്പം ഇവിടെ 1-2 കുയിൽ പോലുള്ള കിളികൾ വന്നിട്ട് ഇത് ഫുള്ള് കൊത്തി തിന്നുമായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിക്കോട്ടിനിട്ട വലയാണ് അവിടെ ഫുള്ളായിട്ട് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ഞങ്ങൾക്ക് സ്ട്രോബെറീസ് കിട്ടിത്തുടങ്ങിയത്. ഞാൻ ആദ്യമൊക്കെ എല്ലാം കുയിൽ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഏകദേശം ഇത്രയും എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു കിച്ചൺ ഗാർഡനിലെ സ്ട്രോബെറി പിക്കിങ്ങിൽ കിട്ടിയ സ്ട്രോബെറീസ്. ഇന്ന് നമ്മള് ഒത്തിരി സ്ട്രോബെറീസ് പറിച്ച്. എത്രയാ കിട്ടിയേ? 100 ഉണ്ട് അതിനകത്ത്. 100 കൊള്ളാമല്ലോ. ഞാൻ ഇത് 2 എടുത്തിട്ട് തിന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്. തിന്നിട്ട് 1 തിന്നും.